ഏവർക്കും PSC കോർണറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ആറ്റം എന്ന ഭാഗമാണ്. PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ക്ലാസ്സാണ് ഇന്ന്. അപ്പോൾ ആറ്റം ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അടങ്ങിയ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അടങ്ങിയ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം എന്ന വാക്ക് രൂപം കൊണ്ടിരിക്കുന്ന ഗ്രീക്ക് പദമാണ് ആറ്റമോസ്. ആറ്റം എന്ന വാക്ക് രൂപം കൊണ്ടിരിക്കുന്ന ഗ്രീക്ക് പദമാണ് ആറ്റമോസ്. ആറ്റമോസിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ആരാണ്? ഓസ്റ്റ്വാൾഡ് ആണ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റത്തിനെ കണ്ടെത്തിയതും ആര് തന്നെയാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റത്തിനെ കണ്ടെത്തിയതും ആരാണ്? ജോൺ ഡാൾട്ടൺ. അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ ആവിഷ്കരിച്ച അറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തിനെ വിഭജിക്കാൻ കഴിയില്ല. അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തിനെ വിഭജിക്കാൻ കഴിയില്ല. അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾ എല്ലാ ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക ഏതാണ്? ആറ്റമാണ്. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഇത്രയുമാണ് ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത്. ആറ്റത്തിൻ്റെ ചാർജ് എന്താണ്? ആറ്റത്തിന് ചാർജ് ഇല്ല. ആറ്റത്തിന് ചാർജ് ഇല്ല. ആറ്റത്തിന് ചാർജ് ലഭിക്കുന്ന അവസ്ഥയാണ് പ്ലാസ്മ. ആറ്റത്തിന് ചാർജ് ലഭിക്കുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മയാണ്. ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവാണ് ഡെമോക്രിറ്റസ്. ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവ് ആരാണ്? ഡെമോക്രിറ്റസ് ആണ്. ഏറ്റവും ലഘുവായ ആറ്റം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജൻ ആണ്. ഏറ്റവും ചെറിയ ആറ്റമാണ് ഹീലിയം. ഏറ്റവും ചെറിയ ആറ്റം ഏതാണ്? ഹീലിയം. ഏറ്റവും വലിയ ആറ്റമുള്ള ലോഹമാണ് ഫ്രാൻസിയം. ഏറ്റവും വലിയ ആറ്റമുള്ള ലോഹം ഏതാണ്? ഫ്രാൻസിയമാണ്. ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ബെറീലിയമാണ്. ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ഏതാണ്? ബെറീലിയമാണ്. ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹമാണ് റെഡോൺ. ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം ഏതാണെന്ന് ചോദിച്ചാൽ റെഡോൺ ആണ്. അപ്പോൾ ആറ്റവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.